ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒടുവിൽ നാറ്റോയുടെ ആ ഒരു വലിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. മൂന്നാം ലോക യുദ്ധത്തിന് തയ്യാറാകാനാണ് നാറ്റോ പറഞ്ഞിരിക്കുന്നത്. നാറ്റോയുടെ തലവനായിട്ടുള്ള മാർക്ക് റുട്ടയുടെ ഭാഗത്തു നിന്നാണ് ഈ പ്രസ്താവന വന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം ഈ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ആയിരിക്കും ഇതിന്റെ ഒരു ഒരു ഫിംഗർ അത് പോയിന്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. കാരണം ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യം യുക്രൈനെ അറ്റാക്ക് ചെയ്യുന്നു. വലിയ രീതിയിലുള്ള അറ്റാക്ക് ഒന്നും അല്ല അവർ യുക്രൈനിൽ നടത്തുന്നത്. വലിയ മാരകായുധങ്ങളൊന്നും അല്ല പ്രയോഗിക്കുന്നത്. പ്രയോഗിച്ചു കഴിഞ്ഞാൽ കൂടുതലും ആളില്ലാത്ത സ്ഥലത്താണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ പല ആൾക്കാർക്കും ഒരു ധാരണയുണ്ട് റഷ്യ യുക്രൈനുമായിട്ട് പോലും അടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ എങ്ങനെയായിരിക്കും റഷ്യക്ക് നാറ്റോയുമായി അടിച്ചു നിൽക്കാൻ സാധിക്കുക എന്നുള്ളത്. പക്ഷെ റഷ്യ അവരുടെ ആയുധങ്ങളുടെ 1% പോലും പുറത്തെടുത്തിട്ടില്ല എന്ന് നമ്മൾ പല ചർച്ചകളിൽ പറയുന്നതാണ്. എങ്കിലും അതിന്റെ താഴെ കമന്റ് വരാറുണ്ട് റഷ്യ തകർന്നു എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും തകരുന്ന ഒരു രാഷ്ട്രമല്ല റഷ്യ. റഷ്യയുടെ ആയുധത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അമേരിക്ക പോലും ഭയപ്പെടുന്ന ഒരു ശക്തിയുള്ള ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. അപ്പോ ഈ റഷ്യക്ക് ഇനി നാറ്റോയുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു യുദ്ധം മുന്നിലേക്ക് കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം റഷ്യ അടുത്തത് പോളണ്ടിനെ ആയിരിക്കും ആക്രമിക്കാൻ പോകുന്നത്. കാരണം ഈ യുക്രൈനെ റഷ്യ ആക്രമിച്ചപ്പോൾ അതിൽ വലിയ രീതിയിൽ നാണം കെട്ടുപോയത് നാറ്റോയാണ്. അത് കഴിഞ്ഞ് പോളണ്ടിനെ ആക്രമിക്കും. പോളണ്ട് ഓൾറെഡി സൈനിക വിന്യാസമൊക്കെ നടത്തി കഴിഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓരോരോ ഘട്ടം, ഇത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു വിഷയമല്ല, ഓരോരോ ഘട്ടമായിട്ട് സംഭവിക്കുന്നതാണ്. അത് കഴിഞ്ഞ് റഷ്യയുടെ കപ്പൽ ബ്രിട്ടന്റെ തീരത്തേക്ക് അടുക്കുന്നത് നമ്മൾ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്രിട്ടൻ അവരുടെ നാവികപ്പടയെ ഇറക്കി ആ കപ്പലിനെ, ഇപ്പോഴും അതവിടെ നടക്കുകയാണ്, ആ കപ്പലിനെ പ്രതിരോധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ജർമ്മനിയിൽ യുക്രൈന് വേണ്ടി ടാങ്കുകൾ ഉണ്ടാക്കാൻ വോക്സ് വാഗന്റെ കമ്പനി, ഇപ്പോഴത്തെ പുതിയ സർക്കാരും റൈമെറ്റൽ എന്ന് പറയുന്ന വേറൊരു വലിയ പ്രതിരോധ കമ്പനിയും മേടിച്ച് അവിടെ വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു. യൂറോപ്യൻ യൂണിയൻ സകല ആൾക്കാർക്കും വാർണിംഗ് കൊടുത്തു കഴിഞ്ഞു. 72 മണിക്കൂർ നിങ്ങൾ ഒരു ബങ്കറിനകത്ത് ഇരിക്കാനുള്ള സകല കാര്യങ്ങളും തയ്യാറാക്കി വെച്ചിരിക്കണം എന്ന് പറഞ്ഞൊരു വാർണിംഗ് കൊടുത്തു കഴിഞ്ഞു. എക്കണോമിക് ടൈംസിൽ വന്ന വാർത്തയാണ്, അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. 2 മാസം മുമ്പാണ് കൊടുത്തത്. അത് കഴിഞ്ഞിപ്പോ ഫ്രാൻസ്, ബ്രിട്ടൻ ഇവരെല്ലാവരും ആയുധ ഫണ്ടിങ് ഇരട്ടിയാക്കി മാറ്റിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഡിഫൻസ് ന്യൂസ് നമ്മൾ എടുത്തു നോക്കിയപ്പോൾ നമ്മൾ അതിലൂടെ കടന്നു പോയപ്പോൾ നമ്മൾ കണ്ടതാണ് ഇറ്റലി അവരുടെ സൈനിക വിന്യാസം കൂട്ടുന്നു, ആയുധത്തിന്റെ ഫണ്ടിങ് കൂട്ടി. ജർമ്മനി, ഫ്രാൻസ്, പോളണ്ട് എല്ലാം പുതിയ മിസൈലുകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു പുതിയ ഒരു ലോക മഹായുദ്ധത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്ന ഒരു സാധനമാണ്. ഇന്ന് ഇപ്പോ മാർക്ക് റുട്ടെ പറഞ്ഞിരിക്കുകയാണ് തയ്യാറാകണം, സമയമെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് സംഭവിക്കുമോ? ഇത് കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്കുള്ള 5 റിപ്പോർട്ടുകൾ, അതിൽ നമ്മുടെ ചാനൽ ഏതാണ്ട് എല്ലാ റിപ്പോർട്ടുകളും പുറത്ത് വിട്ടിട്ടുണ്ട്. നമ്മൾ വാർത്ത ചെയ്തിരുന്നു എല്ലാ വാർത്ത. അതിൽ ആദ്യത്തെ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ തലവൻ, അതെനിക്ക് ധനുഷാണ് ആ വാർത്ത ചെയ്തിരുന്നത്, തലവൻ ഒരു മുന്നറിയിപ്പ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ആളുകൾക്ക് നൽകിയിരുന്നു. 72 മണിക്കൂർ നേരം നിങ്ങൾ ബങ്കറിൽ ഇരിക്കാൻ വേണ്ട ഫുഡ്, മെഡിസിൻസ്, ടോർച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ കരുതി വെക്കണം. കാരണം ഈ അങ്ങനെയുള്ള സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ മാറിയാൽ നിങ്ങൾക്ക് 72 മണിക്കൂറെങ്കിലും അത് അതിജീവിക്കാൻ വേണ്ടി വരും, അത് വേണം എന്നുള്ളത് ധനുഷിന് ഓർമ്മയുണ്ടാവുമല്ലോ. ആ റിപ്പോർട്ട് ധനുഷിന് അത് ഫസ്റ്റ് റിപ്പോർട്ട് അത് വരുന്നു. അതിനുശേഷം വരുന്ന റിപ്പോർട്ട് ആയിരുന്നു ഈ യുകെയുടെ ഷിപ്പ് മൂവ് ചെയ്യുന്നതും റഷ്യയുടെ ഷിപ്പ് മൂവ് ചെയ്യുന്നതുമായിട്ടുള്ള വാർത്ത. ഇതെല്ലാം റഷ്യ ഉക്രൈൻ വാറിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തെ ഒരു വാർത്ത വന്നത്, അത് വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അതിനകത്ത് വന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളും, ആണവ രാജ്യങ്ങൾ കൂടുതൽ ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. കൂടുതൽ ആണവായുധങ്ങൾ അവർ സ്റ്റോക്ക് ചെയ്യുന്നു. അതിൽ ഇന്ത്യയുടെ പേരും ഉണ്ട്. ഇന്ത്യ ഒരു വർഷം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് 80 ഈ ആണവ പോർമുനകളാണ് ഉണ്ടാക്കുന്നത്, അതിപ്പോ കൂട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 150 അവർ ഈ വർഷം 2025 മാറിയേക്കാം. അതായത് നിലവിലുള്ളതിനേക്കാൾ 150 കൂടെ വർദ്ധിക്കുന്നു. അപ്പോഴാണ് ഇന്ന് പാകിസ്ഥാന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അതിനകത്ത് അവർക്ക് 170 വാർ ഹെഡാണ് ഉണ്ടായത്, അത് 220 to 250 ആകുന്നു. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ ഒരു കണക്ക് 180 ഉണ്ടെന്നോ 160 ഉണ്ടെന്നോ ഒക്കെയാണ് കണക്ക്. ഇത് ഈ കണക്കുകൾ പുറത്തുവിടുന്നത് ഈ അമേരിക്കൻ സയന്റിസ്റ്റ് ഫോറം എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഘടനയാണ് സയന്റിസ്റ്റുകൾ. അപ്പൊ അവരാണ് ഇതിന്റെ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞത്. ഇതിന്റെ കൃത്യമായിട്ടൊരു എണ്ണം ഒന്നും കിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു എണ്ണം പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ 300 മുകളിലേക്ക് പോകും, സാധ്യതകൾ കൂടുതലാണ് ഈ പറഞ്ഞ കണക്ക്. അപ്പം ഇത് എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളും ഇത്തരത്തിൽ ആയുധങ്ങൾ സംഭരിച്ചു കൂട്ടുന്നു എന്നുള്ളതായിരുന്നു അടുത്ത വാർത്ത. പിന്നെ കുറെ നാളായിട്ട് നമ്മൾ കേൾക്കുന്നൊരു വാർത്ത, നമ്മളിപ്പോഴും ആ വാർത്ത കൊടുക്കാറില്ല. ഈ തായ്വാനെ ചുറ്റിപ്പറ്റി ചൈനീസ് ഷിപ്പുകൾ വരുന്നു, അവര് എപ്പോഴും നാവികാഭ്യാസങ്ങൾ നടത്തുന്നു. അങ്ങനെ കടലിലെ
മറ്റു ചില എക്സർസൈസുകൾ നടക്കുന്നുണ്ട് മറ്റു ചില രാജ്യങ്ങളിലും. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നടന്നു, ഇന്ത്യയും റഷ്യയും തമ്മിൽ നടന്നു. ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ ആയിട്ടോ മറ്റോ ഇപ്പോൾ നടക്കാൻ പോകുന്നു. ഇതെല്ലാം കടലിൽ നടക്കുന്ന നീക്കങ്ങളാണ്. ഇതെല്ലാം റഷ്യ ഉക്രൈൻ വാറിനും ഇസ്രായേൽ ഹമാസ് വാറിനും ഒപ്പം തന്നെ മറ്റ് വാറുകൾക്കുമൊക്കെ അപ്പുറത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ മാത്രം, ഒരു നീക്കമാണ്. ഇന്നലെ നമ്മളുടെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, രണ്ടാം ലോക മഹായുദ്ധത്തിന് തൊട്ടു മുമ്പ് നടന്ന സമാനമായ നീക്കങ്ങളാണ് ഇന്നിപ്പോൾ ലോകത്ത് നടക്കുന്നതെന്ന്. അന്ന് ശാക്തിക ചേരികൾ മാറുകയും ആ ചേരികൾ ശക്തിപ്പെടുത്തുകയും ആയുധങ്ങൾ സംഭരിക്കുകയും ചെയ്യുന്ന സമാന കാഴ്ച. അപ്പോഴാണ് മിനിഞ്ഞാന്ന്, 2 ദിവസം മുമ്പ്, നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു, 3-ാം ലോക മഹായുദ്ധത്തിന് സാധ്യതകൾ ഏറെയാണ്, എപ്പോഴും എന്തും സംഭവിക്കാം. ഇപ്പോൾ തന്നെ നിലവിൽ ലോകത്ത് പലയിടത്തും യുദ്ധമുണ്ട്, അത് 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് മാറിയേക്കാമെന്ന് ശ്രീ നിതിൻ ഗഡ്കരിയാണ് 2 ദിവസം മുമ്പ് പറഞ്ഞു. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് യുദ്ധം സംബന്ധിച്ച് ഒരു ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും ഒരു മന്ത്രി എന്ന നിലയിൽ, അത് ഒഫീഷ്യൽ എന്നല്ല ഞാൻ പറയുന്നത്, ഒരു മന്ത്രി എന്ന നിലയിൽ ഔദ്യോഗികമായിട്ട് ഒരാളെന്ന നിലയിൽ പറയുന്ന ഒരു വ്യക്തി നിതിൻ ഗഡ്കരിയാണ്. അദ്ദേഹം അത് പറഞ്ഞു. ഇന്ന് പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നു. നാറ്റോയുടെ മേധാവി മാർക്കോ റുട്ടെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു. മാർക്കോ റുട്ടെ പറയുന്നത്, നിങ്ങൾ കരുതിയിരിക്കുക. അതായത് അദ്ദേഹം വിശദമായിട്ട് തന്നെയാണ് അത് അദ്ദേഹം പറയുന്നതിനകത്തൊരു ലോജിക്കുമുണ്ട്, വെറുതെ ചുമ്മാതെ പറയുന്നില്ല. അതേ പറഞ്ഞ നാറ്റോ രാജ്യങ്ങൾ കരുതിയിരിക്കുക, നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല, 3-ാം ലോക മഹായുദ്ധം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കുക പ്രയാസകരമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രതിരോധ ബഡ്ജറ്റ് മിനിമം ഒരു 2% എങ്കിലും കൂട്ടണം, ഇല്ല എങ്കിൽ പണി കിട്ടും എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അത് സമഗ്രമായി തന്നെ പറയുന്നുണ്ട്. ശരിക്കും അത് ലോജിക്കലി നമുക്കും അത് ശരിയാണെന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്ന കാര്യം. അദ്ദേഹം പറയുന്നത് 2027 മുമ്പ് ചൈന, 2027 ഒരു കാര്യമുണ്ട്, അത് ഞാൻ വേറൊരു അവസരത്തിൽ പറഞ്ഞുതരാം. ഈ 2027 ചൈനയും തമ്മിൽ ഭയങ്കരമായൊരു ബന്ധമുണ്ട്. അപ്പോ അത് ഞാൻ പറഞ്ഞു പോയാൽ നമ്മുടെ ഇത് ട്വിസ്റ്റ് ചെയ്തു, അതിന്റെ ഫ്ലോ പോകും ഇപ്പൊ പറയുന്നുണ്ട്. അപ്പൊ 2027 മുൻപ് ചൈന തായ്വാൻ പിടിച്ചെടുക്കും. ഇപ്പോൾ തന്നെ ചൈനയുടെ ഒഫീഷ്യലായിട്ട് തന്നെ അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഭൂപ്രദേശമാണ് തായ്വാൻ, ഞങ്ങളത് ചേർക്കുമെന്ന് പറയുന്നുണ്ട്. അതിനുള്ള എല്ലാ പരിപാടികളും അവർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തായ്വാനെ ചുറ്റിപ്പറ്റി അവരുടെ യുദ്ധക്കപ്പലുണ്ട്, സൈനിക അഭ്യാസങ്ങൾ നടന്നു വരുന്നു, അങ്ങനെയൊക്കെ നടക്കുന്നു ഒരു സൈഡിൽ. ഇവിടെ ഈ റുട്ടെ പറയുന്ന കാര്യം, ചൈന തായ്വാനെ ആക്രമിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ നാറ്റോ സഖ്യത്തിന്റെ ശ്രദ്ധ തിരിക്കുവാനും നാറ്റോ സഖ്യത്തിനെ പസഫിക് മേഖലയിൽ കെട്ടിയിടുവാനും പുടിൻ ശ്രമിക്കും. അവിടെ പുടിൻ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ നാറ്റോ സഖ്യത്തെ പുടിൻ ആക്രമിക്കും. അതിലപ്പോൾ UK നേരെയാകാം, മറ്റു രാജ്യങ്ങൾക്ക്. അപ്പൊ എന്ത് പറ്റും? സ്വാഭാവികമായി തന്നെ തായ്വാനാണോ വലുത്, നാറ്റോ സഖ്യമാണോ വലുത്? അതൊരു ചോദ്യമാണ്. നാറ്റോ സഖ്യത്തിന് നേരെ റഷ്യ ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായി ഈ നാറ്റോ രാജ്യങ്ങൾ ആ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് എത്തുകയും റഷ്യയുമായി ഒരു വലിയ യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ ചൈന തായ്വാൻ പിടിച്ചെടുക്കും, ഇതാണ് അവരുടെ പദ്ധതി, അതിനുള്ള എല്ലാം അവർ ഒരുക്കി കഴിഞ്ഞു എന്ന് റുട്ടെ പറയുന്നു. ഇതൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതൊരു ലോജിക്ക് ആയിട്ടുള്ള ഒരു സാഹചര്യം. കാരണം ഏത് നിമിഷവും അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈ പറയുന്ന ചൈന തായ്വാനെ പിടിക്കും എന്നുള്ള കാര്യം ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ തന്നെ മുമ്പ് ഒരു വാർത്ത ചെയ്തിരുന്നു. നമ്മുടെ ഒരു ഷിപ്പ് പോയപ്പോൾ തന്നെ, തായ്വാൻ ആ കടലിടുക്കിൽ കൂടെ പോയപ്പോൾ തന്നെ അത് ചൈന തടയുകയും പിന്നെ നമ്മളുമായിട്ടൊരു ചെറിയൊരു ഒരസൽ ഉണ്ടാകുകയും ഒക്കെ ചെയ്ത് നമ്മുടെ ഷിപ്പ് തിരിച്ചു വന്ന കാര്യം. അത് നമ്മുടെ വാർഷിപ്പൊന്നും ആയിരുന്നില്ല. അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ നമ്മൾ അനവധി ഈ ട്രേഡിംഗ് റൂട്ടുകൾ വേറെ തുറന്നിട്ടുണ്ട്. നമ്മളിപ്പോ കോഡ് സഖ്യത്തിലേക്ക് നമ്മൾ നീങ്ങുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ കടലാണ് ഇനി അടുത്ത യുദ്ധത്തിന്റെ മറ്റൊരു മുഖം, മറ്റൊന്ന് ആകാശമാണ്. ആകാശവും കടലുമായിരിക്കും ഇനി യുദ്ധങ്ങൾ നിയന്ത്രിക്കുന്ന 2 സംഭവമായി മാറുകയാണ്. ഈ സാഹചര്യത്തിലാണ് നാറ്റോയുടെ ഈ മേധാവി പറയുന്നത്, ഇതിൽ തള്ളിക്കളയേണ്ട കാര്യമില്ല, ഇത് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. കാരണം ഈ ഉക്രൈൻ എന്ന് പറഞ്ഞപ്പോൾ ഉക്രൈൻ ഏതാണ്ടൊക്കെ അവരുടെ ഒരു 90% നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം ഛിന്ന ഭിന്നമായിരിക്കുന്നു. ദശലക്ഷക്കണക്കിന് ആൾക്കാർ പലായനം ചെയ്തിരിക്കുന്നു, ഒരുപാട് മരണമുണ്ടായി. ആ വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അല്ല, ഉക്രൈൻ ഒരു ബോർഡർ വെക്കാൻ നിൽക്കുകയല്ല ജയനായിട്ട്, അത് തകർന്ന് തരിപ്പണമായി കഴിഞ്ഞിരിക്കുന്നു. റഷ്യൻ സൈന്യമാണ് ഉക്രൈന്റെ പല ഭാഗത്തും, അവരാണ് ഇപ്പോൾ കാര്യങ്ങൾ നോക്കുന്നത്. നമ്മൾ മുമ്പ് ഒരു വാർത്ത ചെയ്തിരുന്നു, ബംഗ്ലാദേശിന് ഈ ഉക്രൈന്റെ മണ്ണിൽ വിളയുന്ന ഗോതമ്പാണ് റഷ്യൻ സൈനികർ ബംഗ്ലാദേശിലേക്ക് കയറ്റി അയക്കുന്നത്. അപ്പൊ ആ സ്ഥലം പിടിച്ചെടുത്തോണ്ടായിരിക്കുമല്ലോ അത് സംഭവിക്കുന്നത്, ഇല്ലെങ്കിൽ അത് സംഭവിക്കത്തില്ലല്ലോ. അത് സെലൻസ്കി വലിയ പുകലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിനകത്തെ ഒരു ബാക്കി പത്രമായിട്ട് നീങ്ങാൻ പോകുന്ന ഒരു കാര്യം. ഇതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ട്രംപിന്റെ വകയായിട്ട് ചില വെടിമരുന്നുകളൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ ഇടുന്നുണ്ട്. അത് താരിഫിന്റെ പേരിലായാലും വെരിറ്റിഫിക്കേഷനും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ റോള് ഭംഗിയായി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ മുമ്പ് എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു കലാശക്കൊട്ടിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. എനിക്കിതിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ചില സിനിമകളിലൊക്കെ അവസാനം ഒരു കൂട്ട അടി നടക്കാറുണ്ട്, ഒരു പുകയും പൊടിയും ഒക്കെ ആയിരിക്കും.
അടി കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇത് ആർക്ക് അടി കിട്ടി, ആരാണ് അടിച്ചത്, എന്താണെന്നുള്ളത്. അതേപോലത്തെ ഒരു പുകമറയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ചേരികൾ മാറി മറിയുകയാണ്. ഇന്നലെ പക്ഷേ ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ ഒരു മിനിറ്റ്, ഇന്നലെ ഒരു ബ്രിക്സ് ആ രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ഒരു വലിയ പറയൂ. ഇന്നലെ ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ഒരു വലിയ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അതായത് ട്രംപ് പറഞ്ഞത് ഈ ബ്രിക്സ് രാജ്യങ്ങൾക്കെല്ലാം ഞാൻ 10% ടാക്സ് ഈടാക്കും. ഇന്ന് ഉം. ചൈനയുടെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നു. ഞാനിവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ആ ചൈനയുടെ പ്രതികരണം കണ്ടു. ചൈന പറഞ്ഞത് ഇത് വലിയ ഭവിഷ്യത്തുണ്ടാക്കും, നിങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും നിങ്ങൾ നേടാൻ പോകുന്നില്ല, ആരും ഒന്നും നേടില്ല, അതുകൊണ്ട് നിർത്തിയേക്കുന്നതാണ്. പക്ഷെ ഇന്ത്യ പോലും പ്രതികരിച്ചില്ല. ഇന്ത്യ അത് പങ്കെടുക്കുന്ന ഉം. രാജ്യമാണ് ബ്രിക്സിൽ. അപ്പം ചൈനയുടെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ അതിന്റെ മറുപടി എത്തിയിരിക്കുന്നു. അപ്പം ബ്രിക്സ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അപ്പൊ അത് കുറച്ചുകൂടെ കരുത്തരാകുന്നു എന്നും കൂടെ നമ്മൾ കാണാം. അതാ ഞാൻ പറഞ്ഞ ചേരികൾ മാറുന്നു, സഖ്യങ്ങൾ പെട്ടെന്ന് തന്നെ ശക്തി പ്രാപിക്കുന്നു, ഇല്ലെങ്കിൽ അതിന് വലിയ മാറ്റങ്ങൾ, ജിയോ പൊളിറ്റിക്സ് മാറുന്നു. അത് തന്നെയാണ്. പറഞ്ഞു. ഈ ഈ വിജയൻ പറഞ്ഞല്ലോ, ഈ വലിയൊരു അടിയായിരിക്കും ക്ലൈമാക്സിൽ ഉണ്ടാവുക. അപ്പോ നമുക്ക് അത് അങ്ങനെ അങ്ങ് ലഘൂകരിച്ച് പറയാൻ നമുക്ക് സാധിക്കുമോ? കാരണം ഞാൻ ചോദിക്കുന്നത്, ഒന്നാം ലോക മഹായുദ്ധം നടന്നു, രണ്ടാം ലോക മഹായുദ്ധം നടന്നു, വലിയ ഭവിഷ്യത്തുണ്ടായി. പക്ഷെ ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ ഇപ്പോ ലോകം ഒരുപാട് മാറി, നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഒരുപാട് മാറി. നമുക്കിപ്പോ ജനങ്ങളുടെ മേൽ ആയുധങ്ങൾ, അല്ലെങ്കിൽ ഒരു അണുവായുധം പ്രയോഗിക്കാൻ ഒരു സ്വിച്ചിട്ട ഒരു അവസ്ഥയിലേക്ക് മാറി. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇത്രയധികം ടെക്നോളജി ഇല്ല. ഇപ്പോൾ ഒരു രാജ്യം മുഴുവനായിട്ട് വേറൊരു രാജ്യത്തിന് നശിപ്പിക്കണമെങ്കിൽ യാതൊരുവിധ പ്രയാസവും ഇല്ല. പിന്നെ ഇത്രയധികം ഒരു ലോകത്ത് ഇത്രയധികം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വേറൊരു രാജ്യത്തിന് ഒന്നും കയറി ആക്രമിക്കുക. ഇപ്പം ആണവായുധമുള്ള രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചാലും ആണവായുധം ഇല്ലാത്തതിനെ ആണവായുധമുള്ള രാജ്യം ആക്രമിക്കരുത് എന്നുള്ള കണ്ടീഷനൊക്കെ ഉണ്ടല്ലോ. ഇല്ല. അപ്പോ ഈ ഒരു അടി നടക്കുമെന്ന് പറയുമ്പോൾ ഈ പ്രത്യേകിച്ച് യൂറോപ്പിലുള്ള സിവിലിയൻസിനെ അത് അതിഭീകരമായിട്ട് ബാധിക്കില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത്. അത്ര ശക്തമായിട്ടാണ് ലോകരാജ്യങ്ങളിലെ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഇപ്പോൾ വളർന്നത്. ഇപ്പൊ ഇന്ത്യ തന്നെ എടുത്ത് നോക്കിയാലും 2027 നമ്മുടെ പട്ടാളക്കാർ വേണ്ട, DRDO പുതിയൊരു ഹ്യൂമനോയിഡിനെ വികസിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഈ മലമുകളിലൊക്കെ വയ്ക്കാൻ AI നിർമ്മിതമായിട്ടുള്ള തോക്കുകൾ ഉണ്ടെന്ന് പറയുന്നു. അതായത് നുഴഞ്ഞുകയറ്റക്കാർ വരികയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്ത് ഫയർ ചെയ്തോളും, യാതൊരുവിധ പ്രശ്നവുമില്ല. അപ്പൊ പാകിസ്ഥാനെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാകിസ്ഥാന്റെ മുക്കിലും മൂലയിലും പോകാനുള്ള മിസൈലുകൾ നമുക്ക് റെഡിയായി നിൽപ്പുണ്ട്, യാതൊരുവിധ പ്രയാസവും ഇല്ല. നമ്മുടെ ബ്രഹ്മോസ് എന്നൊക്കെ പറഞ്ഞാൽ ചൈനയെ പോലും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന മിസൈലാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ലോകമഹായുദ്ധം ജനങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മുടെ വലിയൊരു കൺസേൺ അല്ലേ? അപ്പൊ എന്തായാലും ധനുഷ് ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. 2018 മുതൽ UK, ബ്രിട്ടൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, തങ്ങൾ ഒരു യുദ്ധത്തിന്റെ വക്കിലെന്നല്ല യുദ്ധത്തിലാണ്. കാരണം റഷ്യയുടെ ഭാഗത്തുനിന്നുള്ള സൈബർ അറ്റാക്കിങ് അവരുടെ പാർലമെന്റിനെ പോലും അറ്റാക്ക് ചെയ്യുന്നു. അവരുടെ സൈനികപരമായ കാര്യങ്ങളിലൊക്കെ സൈബർ അറ്റാക്ക് റഷ്യയുടെ നടക്കും. കുറച്ചു നാൾക്ക് മുമ്പ് കാനഡയും സമാനമായ രീതിയിൽ പറഞ്ഞു. ചൈന വലിയ രീതിയിൽ, അതിനകത്ത് അവർ പറഞ്ഞത് ചൈനയും റഷ്യയും ഇന്ത്യയും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് സൈബർ അറ്റാക്കുകൾ ഞങ്ങൾ നടത്തുന്നു, നിരന്തരം ഇവർ സൈബർ അറ്റാക്ക് നടത്തുന്നു, ഞങ്ങളുടെ രാജ്യത്ത് ഈ റഷ്യയുടെയും ഇന്ത്യയുടെയും ചാരന്മാർ കറങ്ങി നടക്കുന്നു എന്ന് കാനഡ പറയുകയുണ്ടായി. അങ്ങനെ പല രാജ്യങ്ങളും ഇത് ആവർത്തിക്കുകയുണ്ടായി. അതായത് ഇനി വരാൻ പോകുന്ന ഒരു യുദ്ധത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മുഖവും ഇത് തന്നെയായിരിക്കും. സൈബർ ഇടം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ ടെക്നോളജിയുടെ ഒരു വലിയ ഉണ്ട്. പിന്നെ നമ്മൾ ഭയക്കുന്ന ഒരു കാര്യം ഈ അണുബോംബല്ല. കാരണം ചൈനയെ പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളും ഈ ജൈവായുധങ്ങൾ പോലെയുള്ള അനവധി കാര്യങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈവൻ ഇസ്രയേൽ പോലും, ഇനി ഇന്ത്യയുടെ പക്കലും ഉണ്ടാകാം. ഇതെല്ലാം പരീക്ഷിക്കപ്പെടുന്ന ഒരു പരീക്ഷണ വേദിയായിട്ടൊരു പക്ഷെ ലോകം മാറിയേക്കാം. അതിനുള്ള സാധ്യത, കാരണം ടെക്നോളജി പരീക്ഷിക്കാൻ ഏറ്റവും പറ്റിയ സമയമാണല്ലോ ഇത്. കാരണം ഈ ഉണ്ടാക്കി വെച്ച സാധനം വർക്കൗട്ട് ആവുമോ ഇല്ലെന്ന് അറിയണമല്ലോ. അപ്പോൾ ഇനി ചിലപ്പോൾ ആണവായുധമല്ല നമ്മളിനി ഭയക്കേണ്ടത്, ഈ കോവിഡ് പോലെ ഇല്ലെങ്കിൽ അതിനേക്കാൾ മാരകമായ രീതിയിലുള്ള ഒരു ജൈവായുധം പ്രയോഗിക്കാൻ കഴിയും. അങ്ങനെ വന്നാൽ ഒരു മനുഷ്യരാശിത്തിന് ഇല്ലാതാക്കും. പക്ഷെ ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യർ മരിക്കുന്നു, ഇല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നശിക്കുന്നു എന്നുള്ളതല്ല. ലോകം കുറഞ്ഞത് ഇപ്പോൾ ഒരു യുദ്ധമാണ്, മൂന്നാം ലോക മഹായുദ്ധം നല്ല രീതിയിലുള്ളത്. അത് ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഒരു ചെറിയ അടി വന്ന് നിറന്നവിടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. നല്ല രീതിയിലാണത് നടക്കുന്നതെങ്കിൽ നമ്മുടെ ലോകം കുറഞ്ഞതൊരു 100 വർഷം പുറകെ പോകും. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ലോകം 100 വർഷം പുറകെ പോകും. അതായത് നമ്മുടെ നിരത്തുകളിൽ ഇപ്പോൾ ഓടുന്ന വണ്ടികളൊന്നും കാണില്ല. ഓടാൻ പെട്രോൾ വേണ്ടേ? വലിയ തുക കൊടുത്താലും പെട്രോൾ അടിക്കത്തില്ല. അങ്ങനെ ഇത് പോകും. കാരണം കയറ്റുമതി ചെയ്യാൻ കഴിയുന്നില്ല, ഇറക്കുമതി ചെയ്യാൻ കഴിയുന്നില്ല. 100 വർഷം പിന്നിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ഒരു കാളവണ്ടി യുഗം. വണ്ടിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, പട്ടിണിയാകാം. ഒപ്പം തന്നെ നമുക്ക് ഈ വിറ്റുവരവില്ല, ലാഭമില്ല, ഒന്നുമില്ല. ഒരുപക്ഷെ നമ്മുടെ കണക്കൊക്കെ ഉള്ള രാജ്യങ്ങൾ, ഇപ്പൊ ഒരു ഹൈ ലെവലിലൊക്കെ ജീവിക്കുന്ന രാജ്യത്തെ ജനങ്ങൾക്ക് അത്
സർവൈവ് ചെയ്യാൻ വലിയ പാടാണെങ്കിൽ നമ്മളെ കണക്കുള്ള ഒരു രാജ്യങ്ങൾ, നമ്മളെ ഒരു ദരിദ്രാവസ്ഥയിൽ വികസനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന രാജ്യം, ചിലപ്പോൾ കുറച്ച് അങ്ങനെ ജീവിച്ചു പോകുമായിരിക്കും. എങ്കിൽ പോലും നമ്മൾ വളരെ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുത്ത എല്ലാ മുന്നേറ്റങ്ങളും, ഇപ്പൊ നമ്മുടെ IT മേഖലയിലായാലും ടെക്നോളജിയിലായാലും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മുന്നേറ്റങ്ങളൊക്കെ അവിടെ നിലയ്ക്കുകയാണ്. പിന്നെ അതിന് മുമ്പോട്ടൊരു ചൂട് വെക്കാൻ കഴിയുക, കാരണം ഒരു കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകും. ഇവിടെയാണ് മറ്റൊരു റിപ്പോർട്ടോട് പ്രസക്തമായിരിക്കുന്നത്. ഈ 2025-2026 ലോകത്ത് വലിയൊരു ഭക്ഷ്യക്ഷാമം ഉണ്ടാകും എന്ന പ്രവചനമല്ല കേട്ടോ ഇത് റിപ്പോർട്ടാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നുണ്ട്, നിങ്ങൾ സൂക്ഷിക്കുക, ഒരു ഭക്ഷ്യക്ഷാമമുണ്ട്. കാരണം അതിഭയങ്കരമായ വരൾച്ച, അതുപോലെ പക്ഷിശല്യം എന്ന് വെച്ചാൽ ഈ വെട്ടുകിളി കണക്കത്തൊക്കെയുള്ള ചില പക്ഷികളുടെ അത് കൂട്ടമായിട്ട് എത്തിച്ചെയ്യുന്ന ഒരു ഇതുണ്ട്. അത് ഈ ആഗോള പ്രതിഭാസമാണത്. അങ്ങനെ ഒരു ശല്യമൊക്കെയാണ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതും കൂടെ വരും. ഇത് രണ്ടും കൂടെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഒരു 100 വർഷം പിന്നിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. അത് ആ ഒരു ലെവലിലേക്ക് ഇതിനകത്ത് ആരും ഒരു വിട്ടുവീഴ്ച ചെയ്യുകയോ അല്ലെങ്കിൽ ആരും ഇതിനകത്ത് നിന്ന് ഇടപെടുകയോ അല്ലെങ്കിൽ ആരും ഇതിനെക്കുറിച്ചൊന്നും സമാധാനത്തിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയോ കേട്ടില്ല. ആകെ സമാധാനത്തിന്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ കേട്ട ഒരേ ഒരു വാർത്ത, ശ്രീമാൻ ഡൊണാൾഡ് ട്രംപിന് നോബൽ പ്രൈസ് കൊടുക്കണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ ഒരൊറ്റ ഡയലോഗാണ്. അത് അദ്ദേഹം പറഞ്ഞ ഡയലോഗിൽ തന്നെ ഉണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്, ഞാനും ട്രംപും ഒക്കെ സമാധാനത്തിന് വേണ്ടി പോരാടുന്ന ആളുകളാണ്, അതുകൊണ്ട് തന്നെ ട്രംപിന് നോബൽ പ്രൈസ് കൊടുക്കണം. പിന്നെ അദ്ദേഹത്തെ പിന്താങ്ങി. ഈ സമാധാനം എന്ന ഒരു വാക്ക് കഴിഞ്ഞ ഒരു 2 മാസത്തിനിടയ്ക്ക് ആകെ കേട്ടത് ഈ ട്രംപിന് നൊബേൽ പ്രൈസ്, സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കൊടുക്കണം എന്ന് പറയുമ്പോൾ മാത്രമാണ്. അങ്ങനെ വല്ലാത്തൊരു ഇതിലാണ് നമ്മളിത് പറയുമ്പോൾ ചിലപ്പോൾ പ്രേക്ഷകർ ചിലപ്പോൾ നമ്മളിതിപ്പോ പറയുമ്പോഴത്തേക്കും ഒരു പക്ഷേ പ്രേക്ഷകർ വിചാരിക്കും നമ്മളിങ്ങനെ ചുമ്മാതെ ഭാവനയിൽ പറയുന്ന കാര്യങ്ങൾ. നമ്മൾ ഈ 2 മാസമായിട്ട് വന്ന റിപ്പോർട്ടുകൾ കണക്ട് ചെയ്ത് തന്നെയാണ് ഇന്നിപ്പോ ഈ ഒരു ഡിബേറ്റ് നമ്മളിവിടെ നടത്തിയത്. അതിനൊന്ന് വിശകലനം നമ്മൾ ചെയ്തിരിക്കുന്നു. അല്ലാതെ ഇതിനകത്ത് നമുക്ക് ഒരു താല്പര്യമോ ഇല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളൊന്നുമില്ല. കാരണം യുദ്ധം എല്ലാവരെയും ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണല്ലോ. അതെ, ഉറപ്പായിട്ടും. എന്തായാലും ആ യുദ്ധം നടക്കാതിരിക്കട്ടെ. എന്തായാലും അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം സിവിലിയൻസിന്റെ രക്ഷ. എല്ലാ രാജ്യത്തിനും സിവിലിയൻസ് അവരുടെ ജനങ്ങളുടെ രക്ഷയാണല്ലോ എല്ലാ രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ എനിക്ക് ഒരു ട്രോൾ എനിക്ക് ഓർമ്മ വരുന്നു. അതായത് ഇനി ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ എന്തിനാണ് സിവിലിയൻസിന്റെ മുകളിൽ ബോംബിടുന്നത്? ഇപ്പൊ എല്ലാ യുദ്ധങ്ങളും നടക്കുന്നത് സിവിലിയൻസിന്റെ മണ്ടയ്ക്കാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ പോലും ഇന്ത്യ മാത്രമാണ് ലോകത്ത് സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യാത്തത്. ഭീകരാക്രമണങ്ങൾ കൃത്യമായിട്ട് കുറിവെച്ച് അറ്റാക്ക് ചെയ്തിരുന്നു. പക്ഷെ അവരിവിടെ നിന്ന് അറ്റാക്ക് ചെയ്തത്, പാകിസ്ഥാൻ ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്തത്, അവര് ആയിരക്കണക്കിന് ഡ്രോണുകൾ നമ്മുടെ പൗരന്മാരുടെ നേർക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പൗരന്മാരുടെ നേർക്കിടുന്നതാണ്. അവരുടെ മിസൈലുകൾ ഡൽഹിയെ ലക്ഷ്യം വെക്കുന്നതാണ്. ഡൽഹി എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഡൽഹിയെ ലക്ഷ്യം വെക്കുന്നതാണ് നമ്മൾ കൃത്യമായിട്ട് കണ്ടത്. അപ്പോൾ ആ ഒരു സിവിലിയൻസിന്റെ മേലാണ് ഇപ്പോൾ അറ്റാക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത്. ഇനി ഒരു യുദ്ധം വരികയാണെങ്കിൽ ഞാൻ വായിച്ച ഒരു രസകരമായിട്ടുള്ള ഒരു കമന്റ്, ഡൊണാൾഡ് ട്രംപിനെയും നെതന്യാഹുവിനെയും ഹമാസിന്റെ തലവന്മാരെയും ഇറാഖിന്റെ ഖമനയെയും ഷീ ജിൻപിങ്ങിനെയും ഉത്തര കൊറിയയുടെ അയാളെയും എല്ലാം ഇവിടെ പുത്തരിക്കണ്ട മൈതാനത്ത് കൊണ്ട് നിർത്തി കൊടുക്കണം. യവന്മാര് പരസ്പരം അടിച്ചോ വെട്ടിയോ കുത്തിയോ ചാവട്ടെ, എന്തിനാണ്? എന്നിട്ട് ആ യുദ്ധത്തിൽ ആര് ജയിക്കുന്നോ അവര് ജയിച്ചതായിട്ട് ഡിക്ലെയർ ചെയ്യട്ടെ എന്നാണ് ഒരു കമന്റ് കിട്ടുന്നത്. അത് വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു കമന്റാണ്. കാരണം ഈ പാവപ്പെട്ട സിവിലിയൻസിന് എന്തിനാണ് ബാധിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അമേരിക്ക ഗോൾഡൻ ഡൗൺ പോലെയുള്ള പുതിയ സ്വർണ്ണ കവചങ്ങളൊക്കെ തയ്യാറാക്കാനുള്ള അവരുടെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴേ തുടങ്ങി വെച്ചത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കും. താങ്ക് യു വിജയ്.